ദിസ് ഇസ് മിത്ര രാഹുൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷൂട്ട് നടക്കുവാണ്. മോളുടെ ഷൂട്ട് പ്ലസ് ഞങ്ങളുടെ ഷൂട്ട് ഞാൻ കുറച്ച് പ്ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകുട്ടനാണ് ഷൂട്ട് ചെയ്യാൻ വന്നേക്കുന്നത്. മോളുടെ ഷൂട്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയത് കാരണം നമ്മൾ ഇവിടെ വെച്ച് തന്നെ വീടിൻ്റെ സൈഡ് വെച്ച് തന്നെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ നമ്മൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വ്ളോഗായിട്ട് കാണിക്കാൻ പറ്റില്ല. ഗിഫ്റ്റ് ചെയ്തത് ഒരു കാറാണ്, ടോയ് കാറ്. അപ്പോൾ അതിൻ്റേതായ അത് ടോയ് മോളിലാണ് എടുത്തത്. അപ്പോൾ അവർക്കൊരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു എഫക്റ്റീവായിട്ട് ഔട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ കപ്പിൾ ഷൂട്ടാണ്. ഞാൻ കുറച്ച് റെഫറി പിക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ആകുമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. ഇപ്പം ജസ്റ്റ് സിമ്പിൾ കോസ്റ്റ്യൂമിലാണ് മോളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടനൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് കാണിച്ചു തരാം. നമ്മുടെ ശ്രീകുട്ടനാണ്. ശ്രീകുട്ടൻ ഒരു ഹായ് പറഞ്ഞിട്ട് പോ. ഹായ്. അപ്പോൾ ശ്രീകുട്ടനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിമോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഓക്കെ. മോളവിടെ ഭയങ്കര എന്താ പറയുക, എക്സൈറ്റഡ് ആണ്. അവൾക്ക് എങ്ങനെ കിട്ടിയോ എന്തോ ഈ പോസ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ അത് എപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഇപ്പം വന്നാലും പോസ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോസ് ചെയ്ത് അവൾ ആകെ എക്സൈറ്റഡ് ആണ്. അവൾക്ക് ഒന്നാമത് ആ ടോയ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെയൊക്കെ ആയപ്പം ഓക്കെ. പിന്നെ ഈ ഒരു ടോയിൽ പ്രത്യേകിച്ച് ഓഫ് റോഡ് കയറും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം കൂടെ ചേർത്താണ് ഒരു വീഡിയോ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാണോ ഇതിൻ്റെ മെയിൻ ഓപ്പറേറ്റർ? ഓഫ് റോഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഓടിച്ച് കയറ്റുന്നത് എങ്ങനെ കഴിയുന്നുള്ളത്? ഇവർ ഉദ്ദേശിക്കുന്നത് ഓഫ് റോഡ് വണ്ടി എങ്ങനെ കയറും, അതിൻ്റെ വീലിൻ്റെ മൂവ്മെൻറ്റ് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. അവൾക്ക് പക്ഷേ പേടിയില്ല, പക്ഷേ എനിക്ക് ഇച്ചിരി പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഷൂട്ട് ഈസ് പ്രോഗ്രസിങ് ഓൺ. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്. ഇത് ഞങ്ങളുടെ ബ്രദറിൻ്റെ ആണ്, എൻ്റെ ഓൺ ബ്രദറിൻ്റെ ആണ്. അവർക്ക് ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ വില്ലാസൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലാണ് ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്ക്, കാട്ടിനിറങ്ങി ഇടയിൽ നിന്ന് ഇറങ്ങി വരുന്ന എൻ്റെ ബേബൂസിൻ്റെ ഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൾക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ അവളുടെ അച്ഛൻ്റെ സാഹസികം കാരണം പേടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒരു മോട്ടിവേഷനിലൊക്കെ അങ്ങ് പോകുന്നു. അപ്പം മോളുടെ ഷൂട്ട് കഴിഞ്ഞു. നമ്മളിപ്പം നമ്മുടെ ഷൂട്ടിന് വേണ്ടി പോവാണ്. ഞാൻ പ്രത്യേകം കോസ്റ്റ്യൂമൊക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷേ ലൊക്കേഷന് ആപ്റ്റ് ആവുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത ഒരു സ്ഥലം നമ്മൾ നോക്കി വെച്ചിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് 1.5 hours ഉണ്ട്. അപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. ലൈറ്റ് പോകുന്ന ഒരു ഇഷ്യൂ കാരണം ലൊക്കേഷൻ പെട്ടെന്ന് ഒരു സഡനായിട്ട് ചേഞ്ച് ചെയ്തു. റെഫറി പിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കോസ്റ്റ്യൂമും ഞാൻ ഇട്ടുകൊണ്ടുവന്ന കോസ്റ്റ്യൂം തന്നെ എടുക്കാമെന്ന് വെച്ചു, ഫ്രെയിമിൽ നല്ലതായതുകൊണ്ട്. അപ്പം ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മോളുടെ ടോയ്സുമായിട്ടുള്ള റിലേറ്റ് ചെയ്തതാണ്. അപ്പം എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരുടെയും ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാറ് എവിടെ നിന്ന് വാങ്ങി, എത്ര രൂപയായി, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഉള്ളത് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇത് ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ കണ്ട ഒരു ഷോപ്പാണ്, ടോയ് മോൾ എന്ന് പറയും. അവർക്ക് അഫോർഡബിൾ റേറ്റ് ആണ്. നമുക്ക് കമ്പയർ ടു അതർ ഷോപ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇപ്പം നമ്മളെ കൂടെ ഒരാളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിമ്മു എൻ്റെ ഫ്രണ്ടാണ്. അതോടൊപ്പം നമ്മുടെ നൈബറും കൂടെയാണ് കേട്ടോ. അപ്പം ഞാൻ ശ്രീകുട്ടൻ, രാഹുലൻ, മോള്, ചിമ്മു, നമ്മൾ ഇത്രയും പേരും കൂടെയാണ് ഇന്നത്തെ ഷൂട്ടിന് പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ടോയ് മോൾ എന്നൊരു ഷോപ്പ് കണ്ടിട്ടാണ് മോക്ക് ഒരു ടോയ് ഞങ്ങൾ വാങ്ങിയത്. അഫോർഡബിൾ റേറ്റ് ആണ് അതർ ഷോപ്പ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ, സുഹൃത്തുക്കളുടെ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടോയ് മോൾ ഞാൻ റെഫർ ചെയ്യും. ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തിട്ട്
വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഷോപ്പ് ഞാൻ സെലക്ട് ചെയ്തത്. ബിക്കോസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കളർ, നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ അവർ കസ്റ്റമൈസ് ചെയ്തും തരുന്ന ഒരു ഏർപ്പാട് അവിടെ ഉണ്ട്. അതും കൂടാതെ നമുക്കിപ്പം ഈ കാർ ഞങ്ങൾ വാങ്ങിയത് 12,000 സംതിങ്ങിനാണ്. അതിനെക്കാട്ടി കുറഞ്ഞ റേറ്റിൽ നിങ്ങളുടെ റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഉണ്ട് കേട്ടോ. അതിന് മോഡൽ അനുസരിച്ച് വ്യത്യാസം വരും പ്രൈസിന്. അപ്പോൾ ഈ ടോയ് മോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് കാട്ടക്കാട് എന്നൊരു സ്ഥലത്താണ്. നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം, ഗൂഗിളിൽ അവർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. ഇത് മാത്രമല്ല കുട്ടികൾക്ക് അനേക തരത്തിലുള്ള ടോയ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി പർച്ചേസ് ചെയ്യാം കാക്കു. അപ്പോൾ ഈ പറയുന്ന കണക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവർക്ക് പേജുണ്ട്, ഡെഫിനറ്റ്ലി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവരുടെ പേജ് കയറി ചെക്ക് ചെയ്യാം, എന്നിട്ട് ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഷൂട്ട് നമ്മുടെ കപ്പിൾ ഷൂട്ടാണ് വിത്ത് ഫാമിലി എന്ന് പറയാം. അപ്പം നമ്മൾ ഷൂട്ടിന് പോകുന്ന ഇപ്പോഴത്തെ സഡൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കല തന്നെ ഒരു ഉള്ളിലുള്ള പനയാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുന്നത്തുമല എന്നൊരു ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പറഞ്ഞ ഒരു പാറക്കുളം അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ്. നമുക്ക് എത്രത്തോളം ഔട്ട് ക്ലിയർ ആയി കിട്ടും എന്നറിയില്ല, ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ റീച്ച് ചെയ്യണം. അതുകൊണ്ട് നിയർ ബൈ ആയിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തത് ഞാൻ എടുത്ത് പറയുന്നു, നമ്മുടെ ശ്രീകുട്ടനാണ് സെലക്ട് ചെയ്ത ലൊക്കേഷൻ. ഓക്കെ, അപ്പം എനിക്ക് ബീച്ച് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ലൈറ്റിൻ്റെ കാര്യം പിന്നെ കൺജഷൻ ആയി പോകും. കാരണം ഈ സമയത്തൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ വരുന്നത് കാരണം നമ്മുടെ ഔട്ടിനെ അത് ബാധിക്കും എന്നൊരു തോട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഇങ്ങനൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്തതാണ്. സോ ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇതിൻ്റെ അവസാനം അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മിക്ക ഫോട്ടോഗ്രാഫി എടുക്കുന്നത് നമ്മുടെ ബോൺകാർലോ വെഡിങ് കമ്പനിയാണ്. ശ്രീകുട്ടനാണ് മിക്ക ഷൂട്ട്സുകളും എടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്രോച്ച് ചെയ്യാം. അവരുടെ സൈറ്റും ഞാൻ ഈ പറയുന്ന കണക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സന്ദീപ്സ് ആണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അഫോർഡബിൾ റേറ്റിൽ അവരും ഷൂട്ട് ചെയ്തത്. ഓക്കെ, അതേപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മോളുടെ കോസ്റ്റ്യൂം ഗിഫ്റ്റ് കിട്ടിയതാണ് നമുക്ക് ബർത്ത്ഡേക്ക്. അതും നമ്മൾ ലുലു മോളിൽ എടുത്തതാണ് കേട്ടോ. നമ്മുടെ മോളിൽ നിന്ന് എടുത്തതാണ് മോളുടെ ഡ്രസ്സ്. ലുലു ഫാഷനിൽ ആണ് ഞങ്ങൾ ഈ ഡ്രസ്സ് എടുത്തേക്കുന്നത്. അപ്പം അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. എല്ലാവരും വിചാരിക്കും ലുലുവിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആവും, അങ്ങനെ നല്ല. അതായത് നമുക്കൊരു 1000 ആ റേഞ്ച് അകത്തായിരുന്നു റേറ്റ് വരെ. നോക്കി എടുത്തു കഴിഞ്ഞാൽ ലുലു ഫാഷനിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കിട്ടും. അപ്പം ഇനി നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഈ പറയുന്ന കണക്ക് ലുലു ഞാൻ സജസ്റ്റ് ചെയ്യും. ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ എന്നാ ഉണ്ട് ചിമ്മു പറയാൻ, വേറെ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ ചിമ്മു? എൻ്റെ മോൾ എല്ലാവർക്കും ഉമ്മ കൊടുക്കുവാണ്. അവൾ ആകെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം അവളുടെ ഷൂട്ട് അവൾ തന്നെ സ്വയം എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അവൾക്ക് ഫെമിലിയർ ഫേസസ് ആണ്. ഓ മൈ ഗോഡ്. അപ്പം എന്ത് പറയുന്നു ചിമ്മു? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചിമ്മുന്റെ വീട് എൻ്റെ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ ശ്രീകുട്ടൻ എന്ത് പറയുന്നു? സുഖം. എങ്ങനെയുണ്ട് ഫോട്ടോഗ്രാഫി? എന്റെ ഷൂട്ട് എപ്പോഴും ചെയ്യുന്നത് ശ്രീകുട്ടനാണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? അടിപൊളിയാണ്. എന്റെ ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യുന്നത്. എപ്പോഴും ഫേസ് തരാത്തൊരാളാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് പറയണു? ആള് ഭയങ്കര പ്രിപ്പയർഡ് ഒന്നും അല്ല ഇന്നത്തെ ഷൂട്ടില്. പക്ഷെ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഷൂട്ട് ചെയ്യാണ്. കാരണം പോവാറായി, നെക്സ്റ്റ് വീക്ക് ആള് പോവും. അപ്പൊ അടുത്ത ഷൂട്ട് ഉടനെ വരുന്നുണ്ട്. അടുത്ത ഭാഗ്യം ഉണ്ടെങ്കിൽ എന്റെ ഓണത്തിന്റെ ഷൂട്ട് ചെയ്യുന്നതും ഇദ്ദേഹം തന്നെ ആയിരിക്കും. ഇദ്ദേഹത്തിന് എറണാകുളം പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആണ് ഇവന്റെ വർക്ക്. എനിക്ക് ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആണ് ശ്രീകുട്ടന്റെ വർക്ക്. എല്ലാം എന്റെ ഫോട്ടോസും ഇവനാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. കേട്ടിട്ടേ ഉള്ളൂ. നാനി എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ മോള് വെള്ളത്തിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഈ ലൊക്കേഷനിൽ. കേട്ടിട്ടുണ്ട് ഇങ്ങനെ മലയുണ്ട് എന്നൊക്കെ, പിന്നെ ഷൂട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ പാറ, കുളം ഇതൊക്കെ ഇച്ചിരി പേടിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇവിടെ വരാറില്ല. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി കുറച്ച് കെയർഫുള്ളാണ്. ഓക്കെ, എൻ്റെ മോൾ ഇപ്പോഴേ എന്ത് ചെയ്തു? യൂട്യൂബിൽ ഹായ് ഒക്കെ പറഞ്ഞ് പഠിക്കും അല്ലേ? ബൈ ബൈ ബൈ.
അടിപൊളി ഷൂട്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ലൊക്കേഷൻ ചേഞ്ച് ആയതോടുകൂടി ഭയങ്കരമായിട്ട് വെറീഡ് ആയിരുന്നു. അപ്പോൾ ക്യാമറമാൻ ശ്രീകുട്ടനോടൊപ്പം ഈ മിത്ര രാഹുൽ. എന്താണ് ശ്രീകുട്ടൻ പറയാനുള്ളത് ഇന്നത്തെ ഷൂട്ടിനെ പറ്റി? നല്ല രസമുണ്ട്. പെട്ടെന്ന് അതെ അടിപൊളിയായിരുന്നു. പെട്ടെന്ന് നടന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും. പക്ഷേ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഷോപ്പുകളിൽ തേടി നടന്നിട്ട് അവിടെ ഒരു ഹിന്ദി പാല ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ആ ബ്രദർ നല്ല രീതിയിൽ കോപ്പറേറ്റഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി. ഔട്ട്സൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇതിൽ കാണും, കുറച്ചൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം. ഹായ് പറയ്, ഹായ് ഹായ്. അപ്പോൾ ഞങ്ങൾ പാക്കപ്പ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണത്. ശ്രീകുട്ടൻ ബാഗ് പാക്ക് ചെയ്തു. ഇനി അടുത്ത നെക്സ്റ്റ് ഷൂട്ട് എന്നാണെന്ന് പ്ലാൻഡ് അല്ല, പക്ഷേ ഓണത്തിൻ്റെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി അതും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. അങ്ങനെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടുത്തെ ലൈറ്റ് പോയത് കാരണം ഞങ്ങൾ വർക്കല ക്ലിഫിലേക്ക് വന്നു. കുറച്ച് ഷോട്ടൊക്കെ ഇവിടെ നടത്തി. പക്ഷേ ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇന്നത്തെ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഔട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇറ്റ്സ് വെരി ഗുഡ് ഓർ നോ ബാഡ്. എന്തായാലും ഞാൻ ഫുള്ളി കംഫർട്ടബിളാണ്. സോ ഐ എം ഫുള്ളി കംഫർട്ടബിൾ. ഇപ്പം ക്ലിഫിലെ ലൈറ്റ് ആൻഡ് സെറ്റിംഗ് സൂപ്പറായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മുടെ ഷൂട്ട് വൈൻഡപ്പ് ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഔട്ടൂടെ വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഇതൊരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പം ഇന്നത്തെ വ്ളോഗ് സത്യം പറഞ്ഞാൽ ഇവിടെ കഴിയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായി വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് മിത്ര രാഹുൽ. ബൈ ബൈ.